ഇപ്പോഴിത് ഓഫായി. അപ്പോൾ നിങ്ങളിത് 2-3 പ്രാവശ്യം ഞെക്കി നോക്കിയിട്ടും ഇത് താഴോട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് താഴോട്ട് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഈ ടെസ്റ്റിംഗ് ബട്ടണിൽ പ്രസ് ചെയ്ത് നോക്കണം ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഇത് നിങ്ങൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഓഫ് ചെയ്ത് തരണം. ഇത് ഓഫ് ആകുന്ന കൂടത്തിൽ തന്നെ ഇതും കൂടെ നിങ്ങൾ ഇങ്ങനെ താഴോട്ട് ഓഫ് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളെ ഫേസും നോട്ടറും ഒരുപോലെ കട്ടാകുന്നുണ്ട്. ഇത് ഡബിൾ പോളാണ്, ഒരുമിച്ചാണ് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്യുന്നത്. നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ കനത്ത മഴയും ഇടിയും ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വീടിനുള്ളിൽ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഇലക്ട്രിക്കൽ ഷോക്കിനെയാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെപ്പറ്റിയാണ്. മഴക്കാലത്ത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന ഉപകരണത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളുടെ പഴയ വീടുകളിലൊക്കെ സാധാരണ ഫ്യൂസ് യൂണിറ്റുകളാണ് നമ്മളുടെ മെയിൻ സ്വിച്ചുകളിൽ നമ്മൾ കാണാറുള്ളത്. അതായത് 2 കമ്പി ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ഫ്യൂസുകളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഫ്യൂസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്യൂസ് പൊട്ടിപ്പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഓവറായിട്ട് വരുന്ന ലോഡ് താങ്ങാൻ മേലാതെ വരുമ്പോൾ മാത്രമേ ആ ഒരു ഫ്യൂസ് അടിച്ചു പോകത്തുള്ളൂ. നമുക്കിട്ട് വൈദ്യുതി ഏൽക്കും, അല്ലെങ്കിൽ കറണ്ട് നമ്മളെ ഏൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് അവിടെയാണ് ഈ ഒരു ELCBയുടെ പ്രാധാന്യം വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് നമ്മളുടെ ഭിത്തിയൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈർപ്പം ഉണ്ടായി എർത്ത് ലീക്കേജ് ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ വയറിലൊക്കെ കയറി പിടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്നതാണ്. അതായത് നമുക്കിട്ട് വൈദ്യുതി ഏൽക്കത്തില്ല, ഷോക്ക് ഏൽക്കാതെ നമ്മളെ രക്ഷിക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ പ്ലഗ് പോയിൻറ്റിനകത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റും. ഈ ഒരു സമയത്ത് അവർക്ക് ഷോക്ക് കേൾക്കാതെ അവരെ ഇതിൽ നിന്ന് രക്ഷിച്ചു നിർത്തുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു ELCB. സാധാരണ ഫ്യൂസ് യൂണിറ്റുകളുള്ള വീടുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സിസ്റ്റത്തിലോട്ട് മാറണം. അതായത് DV ബോർഡിലോട്ട് എർത്ത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് അവരൊരു DV ബോർഡ് വെച്ച് അതിൽ ELCB എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ടും വെക്കണം. അത് ഇപ്പോൾ KSEB ആണെങ്കിൽ തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ വീടുകളൊക്കെ പണിയുമ്പോൾ ഇത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഒരു ടെമ്പററി കണക്ഷൻ പോലും എടുക്കാൻ ഇപ്പോൾ സമ്മതിക്കത്തില്ല ഇതില്ലാതെ. പക്ഷെ എന്നാലും നമ്മളുടെ നാടുകളിൽ, നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഫ്യൂസ് യൂണിറ്റുകളാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിലോട്ട് അവർ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ഈ ഒരു സിസ്റ്റത്തിലോട്ട് മാറണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാൻ സ്വാഭാവികമാണ്. ഈ ഒരു സമയത്താണ് നമ്മളെ ഷോക്ക് ഏൽക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ELCB ആണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും വെക്കാത്തവരുണ്ടെങ്കിൽ വെക്കുക. പിന്നെ ഉള്ളത്, നമ്മളുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ ELCB നിർബന്ധമാക്കിയത് കൊണ്ട് എല്ലാ വീടുകളിലും ഈ ഒരു ELCB ഉണ്ട്. പക്ഷേ ഈ ഒരു ELCB പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യാറില്ല. എല്ലാവരും ഇത് വെച്ചിട്ട് നമ്മളിത് വെക്കും. നമ്മുടെ ഒരു ഇടിമിന്നൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കൊള്ളിയാനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് താഴോട്ട് ട്രിപ്പാകണം. ഇത് ഓഫ് ആകേണ്ടതാണ്. ഇത് ഓഫ് ആയില്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ വയറിങ് ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇത് മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഓഫാക്കി ഓൺ ആക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു DV ബോർഡ് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധാരണ വീടുകളിൽ വരുന്ന DV ബോർഡുകൾ. ഇത് ബ്രേക്കറുകൾ, ELCB, അതുപോലെ തന്നെ MCB. നമ്മളുടെ ഈ ELCBയിൽ ഇവിടെ ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അതായത് ടെസ്റ്റിംഗ് ബട്ടൺ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റിംഗ് ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കണം. പ്രസ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോകും, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടാവും. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മാസത്തിൽ ഒരിക്കൽ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ഈ ടെസ്റ്റിംഗ് ബട്ടൺ വെച്ചിരിക്കുന്നത്. ഈ ഒരു ബട്ടണാണ് അത്. ഇപ്പോൾ ഞാൻ ഇതിൽ ഞെക്കിത്തരാം. കേൾക്കുമ്പം ഇത് കട്ടാവുന്ന കണ്ടോണം. ഇപ്പോഴിത് ഓഫായി. ഇപ്പോൾ ഫുള്ള് മെയിൻ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. നമ്മളിത് തിരിച്ച് നമ്മൾ മുകളിലോട്ട് തന്നെ ഓണാക്കി വെക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എർത്ത് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടിമിന്നലൊക്കെ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് താഴോട്ട് പെട്ടെന്ന് ട്രിപ്പായിക്കൊണ്ടിരിക്കും. ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ കുറേ നാളായിട്ട് ഇരിക്കുന്നവരുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇത് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളിത് 2-3 പ്രാവശ്യം ഞെക്കി നോക്കിയിട്ടും ഇത് താഴോട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് താഴോട്ട് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് വീണ്ടും നിങ്ങൾ ഈ ടെസ്റ്റിംഗ് ബട്ടണിൽ പ്രസ് ചെയ്ത് നോക്കണം ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്. വർക്കിംഗ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ELCB മാറി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ
നിങ്ങൾ വീട്ടിലെ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എർത്തിൻ്റെ പ്രശ്നം കൊണ്ടോ ഇത് സംഭവിക്കാം. അത് പ്രോപ്പറായിട്ടൊരു ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് നിങ്ങൾ കാണിക്കുന്നതാണ്. ഇതാണ് MCB. ഇതിൻ്റെ പേര് ഐസൊലേറ്റർ സ്വിച്ച് എന്നും പറയുന്നുണ്ട്. അതായത് ഡബിൾ പോൾ ഐസൊലേറ്റർ സ്വിച്ച് MCB. ഇത് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അതേ പരിപാടി തന്നെയാണ്. അതായത് ഫേസും ന്യൂട്രും ഒരുപോലെ കട്ടാകുന്നതാണ്. ഇതിൽ ഫേസ് മാത്രമേ കട്ടാകുന്നുള്ളൂ. ന്യൂട്രർ വീട്ടിൽ എപ്പോഴും വർക്കിംഗ് ഓണായി തന്നെയാണ് കിടക്കുന്നത്. ഇത് നിങ്ങൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഓഫ് ചെയ്ത് തരണം. ഇത് ഓഫ് ആകുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ നിങ്ങൾ ഇങ്ങനെ താഴേട്ട് ഓഫ് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളെ ഫേസും ന്യൂട്രും ഒരുപോലെ കട്ടാകുന്നുണ്ട്. ഇത് ഡബിൾ പോളാണ്, ഒരുമിച്ചാണ് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്യുന്നത്. അതുപോലെ ഇത് നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളുടെയും അല്ലെങ്കിൽ പവർ പ്ലഗിൻ്റെയും ഒക്കെ ബ്രേക്കറുകളായിരിക്കും. ഇത് ഏതെങ്കിലും താഴോട്ട് കടന്നാലും നിങ്ങളിത് മുകളിലോട്ട് ഓണാക്കി വെക്കാം. ഇനി ഇത് ഓണാകുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഷോർട്ടിങ് ഉള്ളത് കൊണ്ടാണ് ഇത് ഓഫായിരിക്കുന്നത്. നമ്മൾ ഇതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. ഈ ഒരു സംവിധാനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് ഓണാക്കിയിടുക, എന്നാലേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ MCB ആണെങ്കിലും ELCB ആണെങ്കിലും ഇതെല്ലാം ഓഫ് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലെ പ്ലഗ് പോയിന്റുകളിൽ കുത്തിയിട്ടിരിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന TV, ഫ്രിഡ്ജ്, അതുപോലെ തന്നെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ, ഇവയൊക്കെ നിങ്ങൾ ആ പ്ലഗ് പോയിന്റിൽ നിന്ന് ഊരിയിടുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് ആകുന്നത്. ആ ഒരു സമയത്ത് അല്ലെ ഒരു വൈദ്യുതി ഏൽക്കുന്ന സമയത്ത് അത് അതിൽ നിന്ന് ചാടി ഇപ്പുറത്തേക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ ഫാന് അതുപോലുള്ള മോട്ടറുകൾ ഇവയൊക്കെ ഇടിമിന്നലിൽ അടിച്ചു പോകുന്നത്. എല്ലാം ഓഫായിരിക്കും, പക്ഷേ എന്നാലും വൈദ്യുതി ഇപ്പുറത്തോട്ട് ചാടി വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ ആ ഒരു പവർ കൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ പ്ലഗ് പോയിന്റുകളിൽ കുത്തിയിട്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ ഇടിമിന്നലിന് മുന്നേ തന്നെ അല്ലെ ആ ഒരു സമയത്ത് ഊരിയിടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ELCB, ഇതിൻ്റെ സ്മാർട്ട് ELCBയും ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ലഭ്യമാണ്. അതായത് ഇത് വൈഫൈ ഉപയോഗിച്ച് ഇത് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യാവുന്ന സംവിധാനം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള വീടുകളിൽ കൂടുതലും പ്രായമായ ആൾക്കാരാണ് വീടുകളിലുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ ഓഫായി പോയി കഴിഞ്ഞാൽ അവർക്കത് തിരിച്ച് ഓണാക്കാനോ ഒന്നും അറിയത്തില്ല. മക്കളൊക്കെ വിദേശത്തായിരിക്കും. അവർക്കൊക്കെ വിദേശത്തിരുന്നു കൊണ്ട് തന്നെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓണാക്കാനും അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നതാണ്. പക്ഷേ വീട്ടിൽ വൈഫൈ കണക്ഷൻ വേണം. അങ്ങനെ ഒരു സംവിധാനം കൂടെ ഇപ്പോൾ ലഭ്യമാണ് മാർക്കറ്റിൽ. അത് വളരെയധികം ഉപകാരമാണ് മിക്ക വീടുകളിലും. അതുകൊണ്ട് നല്ല ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും. ബായ്.